ഡോക്ടർ, ഒരു എമർജൻസി കേസ്. പ്രിസണേഴ്സ് വാർഡിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞു. പോലീസുമായിട്ടുള്ള അറ്റാക്കാണ്. ഓൾമോസ്റ്റ് റൂയിൻ ബോഡി. എവിടെയൊക്കെ ജീവനുണ്ടെന്ന് മാത്രം. നോ ഹോപ്പ്. ഒരു ചലഞ്ചായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. പൾസ് വളരെ വീക്കാണ്. ഡ്രീസ, ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയോ? ഓ നെഗറ്റീവ്. ട്രാൻസ്മിഷൻ തുടങ്ങിക്കോളൂ. യെസ് ഡോക്ടർ. One, two, three, four. 4 bullets. A deep wound pierced at diaphragm. ഓപ്പറേഷൻ കഴിയുന്നവരെങ്കിലും ജീവിച്ചിരിക്കുമെന്ന സംശയം. Anyway, we can try. Prakash, get ready soon. Yes. ഞാൻ വന്നു കഴിഞ്ഞു. ഡോക്ടർ സാവിത്രി, അതെ. ഞാൻ ഇവിടുത്തെ കമ്മീഷൻ ഉണ്ണിത്താൻ. ഹലോ. ഹലോ. ഞങ്ങൾക്ക് പറ്റിയൊരു കൈവത്തമാണ്. ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക. യൂണിവേഴ്സൊക്കെ പറഞ്ഞു ഒരു രക്ഷയിൽ നിന്ന്. ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾ. ഞങ്ങൾ കൊന്നുകളഞ്ഞാണെന്ന് പത്രക്കാരെഴുതും. നോ ഹോപ്പ് എന്നും പറയില്ല. ബട്ട് ഹീ സിംഗിങ്. രക്ഷപ്പെടാൻ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാവരും ഒന്ന് ശ്രമിക്കണം. കഷ്ടകാലം നോക്കണേ. സീനിയർ സർജൻസിനൊക്കെ ലീവ് എടുക്കാൻ കണ്ട ഒരു സമയം. അത് നിങ്ങളുടെ പേഷ്യന്റെ ഭാഗ്യം. ഡോക്ടർ സാവിത്രി കൈതൊട്ടൊന്നും പാഴായി പോയിട്ടില്ല ഇതുവരെ. Doctor, what happened? No! What happened, doctor? എന്തുണ്ടായി? ഡോക്ടർ, എനിക്ക് സാധ്യമല്ല. വേറെ ആരെങ്കിലും നോക്കൂ. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യില്ല. ഡോക്ടർ, എന്താ പെട്ടെന്ന് നിങ്ങൾ തോന്നാൻ? പേഷ്യന്റ് അരവിന്ദനാണെന്ന് നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? പേഷ്യന്റ് ആരാണെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. നിങ്ങളത് എന്നോട് മറച്ചു വെച്ചതാണ്. ഓപ്പറേഷൻ ടേബിളിലെങ്കിലും ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? അയാൾ കൊന്നത് എന്റെ അച്ഛനെയാണ്. 5 വർഷം മുൻപൊരു രാത്രിയിൽ എന്റെ കൺമുമ്പിൽ വെച്ച് ഇവന്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഡോക്ടർ, പൾസ് വീണ്ടും ലോ ആയി. ഇറഗുലർ. ഡോക്ടർ, മരിക്കാൻ തുടങ്ങുന്ന ഒരു പേഷ്യന്റിനോട് അയാൾ ആരുമായിക്കൊള്ളട്ടെ ഒരു ഡോക്ടർ ഇങ്ങനൊന്നും പെരുമാറരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് അരവിന്ദൻ ചെയ്ത അതേ തെറ്റാണ് ഇന്ന് നിങ്ങളും ചെയ്യാൻ പോകുന്നത്. കൊലപാതകം. നിങ്ങൾ ഉപേക്ഷിച്ചു പോയാൽ അയാൾ മരിക്കും. മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സാധ്യമല്ല. പ്രകാശ്, യു ക്യാരി ഓൺ. ഞാൻ ഇന്ന് ലീവിലാണ്. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. നാളെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ പെരുമാറട്ടെ ഡോക്ടർ. എത്തിക്സിനെ കുറിച്ച് ഡോക്ടർ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനല്ലെന്ന് തോന്നുന്നു. അരവിന്ദന്റെ കാര്യത്തിൽ പ്രകാശൻ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമല്ലത്. പറഞ്ഞ ചിലപ്പോൾ ഡോക്ടറിന് മനസ്സിലായില്ലെന്ന് വരും. എന്റെ കൂടെ വരും. അങ്ങോട്ട് നോക്കൂ. ഡോക്ടർക്ക് അയാൾ വില്ലനായിരിക്കും, പക്ഷെ അവർക്ക് അയാൾ കാണപ്പെട്ട ദൈവമാണ്. അരവിന്ദൻ ഇവിടെ വെച്ച് മരിച്ചാൽ അവർ ഈ ഹോസ്പിറ്റലിൽ തീ വെക്കും. അവരുടെ ശാപം ഡോക്ടർക്ക് എന്നും ഉണ്ടാവും. അവരുടെ മാത്രമല്ല, അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ശാപം. ഡോക്ടർ, പ്ലീസ്.
ഡോക്ടർ വേണ്ട സാർ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തായി ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ ബോധം വീണാൽ ആശയ്ക്ക് വകയുണ്ട്. അതും വെറും ഹോപ്പ്. 4 ബുള്ളറ്റ്സ് റിമൂവ് ചെയ്തു. നെഞ്ചിലൊരു ഡീപ്പ് ഇഞ്ചുറി. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടോ സംശയം. എല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. ഡോക്ടർ, അരവിന്ദേട്ടന് പേഷ്യന്റ് ബോധം തെളിഞ്ഞു. How is he? ഇംപ്രൂവ് ഡോക്ടർ. ഇഞ്ചക്ഷൻ എടുക്കൂ. കൊച്ചമ്മേ, മണി 6 ആ, റീസ ഇവിടെ തന്നെ കാണണം. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ബോധം തെളിഞ്ഞു അല്ലേ? ഡോക്ടർ പ്രകാശ് ഫോൺ ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്. ആരാ നണിയമ്മ വെളിയില്? എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാ, അവർ കുഞ്ഞിനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത്. അവർ ദൂരെ എങ്ങാണ്ടെന്ന് വരിക. വിളിക്ക്. ദേ വിളിക്കുന്നു. എന്താ? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ ഇത്? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയണം. നിങ്ങൾ ആരാ? എന്ത് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം, പകരം വീട്ടരുത്. എന്റെ മോനെ കൊല്ലരുത്. ഞാൻ അരവിന്ദന്റെ അമ്മയാണ്. അവന്റെ ജീവൻ ഇപ്പൊ കുഞ്ഞിന്റെ കയ്യിലാണ്. കൊല്ലണമെങ്കിൽ കൊല്ലാം. ചോദിക്കാനും പറയാനും ആരുമില്ല, ദൈവമല്ലാതെ. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ അവിടെ ആശുപത്രിയിലുള്ള എല്ലാവരും പറയണത്. രക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്ന് പോലീസുകാർ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ കരുതാനൊക്കോ കുഞ്ഞെ? ഞാൻ പെറ്റതള്ളയല്ലേ. തൂക്കാൻ കൊണ്ടുപോണതിന് മുമ്പ് നല്ല ജീവനോടെ എനിക്ക് അവനൊന്ന് കാണണം, സംസാരിക്കണം. അവനും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. എനിക്കെല്ലാം അറിയാം കുഞ്ഞ്. മറക്കണമെന്നും പൊറുക്കണമെന്നും കുഞ്ഞിനോട് പറഞ്ഞ അത് തന്നെ ഒരു തെറ്റല്ലേ? പഠിപ്പും വിവരവും ഇല്ലെങ്കിലും ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവനായിരുന്നു എൻ്റെ അരവിന്ദ്. പക്ഷേ
അവസാനം അവൻ ചെയ്തത് ആരും ക്ഷമിക്കാത്ത കുറ്റമായിരുന്നു. എന്നാലും എനിക്കെന്റെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കരുതിയാ മതി. എന്റെ മോനെ രക്ഷിക്കണം കുഞ്ഞെ. മോളെ, എന്താ ഇതൊക്കെ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ല കുഞ്ഞ്. ദൈവത്തെ ഓർത്തത് വാങ്ങണം. ഇപ്പൊ ചെന്ന ഒരു ബസ്സുണ്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. എന്തിനാ കരയുന്നേ? ഏതായി കുട്ടി? അരവിന്ദന്റെ മോള കുഞ്ഞുലക്ഷ്മി. ഇവളെ പെറ്റപ്പോഴേ ഇവളെ തള്ള മരിച്ചു. എനിക്ക് അച്ഛനെ കാണണം.